ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 36 ശ്ലോകം 5-6. ആഖേടോപഗതോർജുനഃ സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈസ്ത്വത്പിത്രാ പരിപൂജിതഃ പുരഗതോ ദുർമന്ത്രിവാചാ പുനഃ ഗാം ക്രേതും സചിവം ന്യയുക്തകുധിയാ തേനാഭിരുന്ധൻ മുനി പ്രാണക്ഷേപസരോഷഗോഹത ചമൂചക്രേണ വത്സോഹൃതഃ ശുക്രോജ്ജീവിതതാതവാക്യചലിതക്രോധോധസഖ്യാസമം ബിഭ്രധ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹ വാഹയന്ത്രകരഥം മാഹിഷ്മദീമാവിശൻ വാഗ്ഭിർവത്സമദാശുഷി ക്ഷിതിപതോ സംപ്രാസ്തുതാഃ സങ്കരം ആഖേട ഉപാഗത അർജുനഃ ആഖേടോപഗതോർജുനഃ സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈഃ ത്വത് പിത്രാ സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈസ്ത്വത്പിത്രാ പരിപൂജിതഃ പുരഃ ഗതഃ പുരഗതോ ദുർമന്ത്രി വാച പുനഃ ഗാം ക്രേതും സചിവം ന്യയുക്ത കുധിയാ തേന പ്ലസ് അപി തേനാപി രുന്ധൻ പ്ലസ് മുനി പ്ലസ് പ്രാണ പ്ലസ് ക്ഷേപ രുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷ ഗോ ഹത ചമൂ ചക്രേണ രുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷ ഗോഹത ചമൂ ചക്രേണ വത്സഃ ഹൃദഃ ശുക്ര ഉജ്ജീവിത ശുക്രോജ്ജീവിത താത വാക്യ ചലിത ക്രോധ അഥ സഖ്യ സമം ശുക്രോജ്ജീവിത താത വാക്യ ചലിത ക്രോധ അഥ സഖ്യ സമം ബിഭ്രധ്യാത മഹോദര ഉപനിഹിതം ബിഭ്രധ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഹ വാഹയന്ത്രകരഥം മാഹിഷ്മദീം ആവിശൻ വാഗ്ഭിഃ വത്സം അദാശുഷി വാഗ്ഭിർവത്സമദാശുഷി ക്ഷിതിപതൗ സംപ്രാസ്തുതാഃ സങ്കരം. ഹരേ കൃഷ്ണ. 5ാമത് ശ്ലോകത്തില് കാർത്തവീരാർജുനൻ 84 വധം പണ്ണതുക്കാന കാരണം എന്നതും ചൊല്ലുക. ആഖേടോപഗതഃ അർജുനഃ ഒരു നാளைക്ക് കാർത്തവീരാർജുനൻ നായാട്ടുക്ക് പോവാർ. அந்த സമയത്തിൽ സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈഹി ത്വത്പിത്രാ പരിപൂജിതഃ തിരുമ്പി വர സമയത്തിൽ ജമദഗ്നിയോட ആശ്രമം കാണാതെ அந்த ஆசிரமத்துக்கு போறார். ഇവർ നിറയെ കൂടെ പരിവാരങ്ങളെല്ലാം പോയിരിക്കാം. ഇവാൾക്ക് എല്ലാവർക്കും നന്ന ആഹാരം കൊടുക്കാറ് ജമദഗ്നി മഹർഷി. കാട്ടിലെ ചിന്നൊരു കുടിശை அந்த കുടിശയിലിருந்து യഥേഷ്ടം ആഹാരം എന്നെ വേണം കേൾക്കറാളോ അതെല്ലാം കൊടുക്കറാരാ. அந்த சம்பத் சமிருத்தி பார்த்துட்டு இது எப்படி கிடைக்கிறது இதெல்லாம் வந்தது அப்படி கேட்டப்போ സുരഗവി സംപ്രാപ്ത കാമധേനുവിട്ട് എന്നെ കേൾക്കണമോ അതെല്ലാം കടയ്ക്കറുള്ളത് തന്നെ.
അപ്പടി അവരാൽ സത്കരിക്കപ്പെട്ട് എല്ലാം കഴിഞ്ഞ് തിരുപ്പി ഊരുക്ക് പോറാർ മാഹിഷ്മതിക്ക്. പുനഃ പുനരഗതഃ ദുർമന്ത്രിവാച ഗാം ക്രേതും സചിവം നിയുക്ത. രാജാ മാഹിഷ്മതി രാജാ കൊട്ടാരത്തിൽ പോനതുക്കപ്പുറം മന്ത്രിയോട് ദുർമന്ത്രി തെറ്റാന ഉപദേശം, ശരിയാന ഉപദേശം അല്ല, മന്ത്രിമാരെപ്പോഴും സതുപദേശം നമ്മളല്ല, ദുർമന്ത്രം മന്ത്രിയോട് വാചകം നല്ലത് കായിരിക്കലേ. അപ്പോൾ മന്ത്രി ജന്നത്തെ വെച്ചത് കാമധേനുക്ക് എന്നെ വില കൊടുത്താലും എന്താ കാമധേനുவை കൊണ്ടുവരണം. രാജ്യത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ ഇരിക്കും, ഇന്ത്യക്കും കാമധേനു ഇരിക്ക വേണ്ടി കാട്ടിലല്ല. ஆனால் ശരിക്കും എപ്പിടിന്ന ഇത് എന്നത്തുനാല ഇവാൾക്ക് ഋഷിമാർക്ക് കൊടുത്തിരിക്കാവുന്ന ആ കാട്ടിൽ ഇവാൾക്ക് എല്ലാം ഒന്നും കിടക്കാതെ, അവൾക്ക് യാഗങ്ങളെല്ലാം മണ്ണും, യാഗം മണ്ണത്തെ വേണമെങ്കിൽ സാമാനൊന്നും കിടക്കാതെ കൊട്ടാരത്തിൽ ഞാൻ എന്നെ വേണമെന്ന എങ്കെന്ന് വേണമെന്ന കളക്ട് പണി വരാൻ വേണ്ടിയില്ല. അപ്പൊ ഇവാൾക്ക് അന്ത യാഗം പണ്ണർത്തുക്കുള്ള ആവശ്യത്തിക്കാ വേണ്ടിയേക്കും കാമധേനുവ ഋഷിമാർക്ക് കൊടുത്തിരിക്കാം. അതൊന്നും ബാക്കായിക്ക് പൈസാവ് എന്നെ വില വേണമെന്ന കൊടുത്ത് കാമധേനുവ കൂട്ടിന്ന് വരണം. അപ്പടിന്ന് വലിയ മന്ത്രി അങ്ങ് പോറ. രുന്ധമുനി പ്രാണക്ഷേപ സരോഷ ഗോഹത ചമൂചക്രേണ കുധിയാ തേന അപീവത്സഹ ഹൃദഃ. അപ്പൊ പോയി കേൾക്കത്ത് മഹർഷി വലിയവർ അതെല്ലാം തരമടിയാതെ എങ്കിലും യാഗത്തോട് ആവശ്യത്തിക്കാക്കി നിന്നപ്പോ ബലാത് രുന്ധമുനി പ്രാണ ക്ഷേപ സരോഷഗാഹത ചമൂചക്രേണ. ജമദഗ്നിട്ട് നിർബന്ധമാ പിടിച്ചു വാങ്ങാൻ കേക്കറത്തെ അവർ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് കാമധേനു അഴുമ മുന്നിട്ടേന്ന് പുറത്തേക്ക്. ഇത് നമ്മൾക്ക് രാമായണത്തിലെയും പാക്കണം അങ്ങ് ഇതേമാതിരി കൊണ്ടുപോകപ്പെട്ടത്. അപ്പം ഇങ്ങനെ ഉടനെ ജമദഗ്നി അങ്ങ് തടഞ്ഞു നിർത്തുന്നപ്പോൾ ജമദഗ്നിയോട് കഴുത്ത് വെട്ടി കീഴെ പോട്ടിട്ട് സൈന്യങ്ങളിരിക്കെ സൈന്യത്തോടു കൂടി ഇവൻ മന്ത്രിയിരിക്കെ കാമധേനു കൊണ്ടുപോയി. ത്വം ശുക്രോ ജീവിത താതവാക്യ ചരിത ക്രോധ. അപ്പോൾ തലയെ വെട്ടി കീഴെ പൊട്ടാച്ചെന്നെ പോയിടുമേ, ജീവൻ പോയിടുമേ. ശുക്രമഹർഷിക്ക് മൃതസഞ്ജീവിനി മന്ത്രം തരിയും. അതിനാൽ ശുക്രമഹർഷി വന്നിട്ട് തിരുപ്പി ജീവൻ കൊടുപ്പർ എന്താ ജമദഗ്നിക്ക്. ത്വം ശുക്രജീവിത താത വാക്യചലിത ക്രോധ. അപ്പടി തിരുപ്പി ജീവിച്ചു വന്ന് அந்த ജമദഗ്നി മഹർഷി എനിക്ക് ചൊല്ലറിയുന്നമായി പണ്ണിനാൻ വീരാർജുനൻ അപ്പിടിന്ന് ചൊന്നതും പരശുരാമനക്ക് കോപം വന്നു കൊടുത്തു. അഥ സഖ്യാസമം, തന്നോട് സുഹൃത്താന അകൃതവ്രണമുനി കൂടെ വന്നിരിക്കാറ് ചൊന്നുവെന്നുള്ള നേരത്തെ പോന ശ്ലോകത്തില് അവരെയും കൂട്ടിന്ത് ധ്യാത മഹോദരോപനിഹിതം. ഉടനെ ധ്യാനം പണി ശിവപാർഷദനാന മഹോദരനിരിക്കെ ചാപം കുഠാരം ശരാൻ ബിഭ്രത്. വില്ല്, വെൺമഴു, ശരങ്ങൾ എല്ലാം എടുത്തത് ശിവപാർഷദനാന മഹോദരൻ അങ്ക വന്നാർ. സഹവാഹയന്ത്രകരഥം ആരൂഢ. കുതിരയും സാരഥിയും ഉള്ള ഒരു തേരില് കേററാർ രാമർ. മാഹിഷ്മതിയും ആവശ്യം നേരെ മാഹിഷ്മതി നഗരത്തിക്ക് പോയി. ക്ഷിതിപദൗ വാഗ്ഭിഹി വത്സം അദാശുഷി. പല പ്രാവശ്യം ചൊല്ലറാർ എന്താ കാമധേനു കൊടുത്തുടൂ അപ്പടിന്ന് ചൊല്ലിയും കാർത്തവീരാർജുനൻ അത് കേക്കലൈ. അപ്പടി വന്നപ്പോ സഗരം സംപ്രാസ്തുതാഹ. യുദ്ധം ആരംഭിച്ചാർ. കാർത്തവീരാർജുനനും പരശുരാമനുമാഹ യുദ്ധം ആരംഭിച്ചാർ.